സെവൻത് സ്റ്റാൻഡേർഡ് പേജ് നമ്പർ 38 ക്വസ്റ്റ്യൻസ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരു കുപ്പായം തുന്നാൻ 1.5 മീറ്റർ തുണി വേണം. അതേപോലെയുള്ള 5 കുപ്പായത്തിന് എത്ര തുണി വേണം? ഒരു കുപ്പായം തുന്നാൻ 1.5 മീറ്റർ, 5 കുപ്പായം തുന്നാൻ 1.5 ഗുണിക്കണം 5. ചെയ്ത് നോക്കാം. ഒരു കുപ്പായം തുന്നാൻ 1.5 മീറ്റർ, 5 കുപ്പായം തുന്നാൻ ഗുണിക്കണം 5. അപ്പോൾ ഇതെന്താണ്? എണ്ണൽ സംഖ്യയുണ്ട്, ഭിന്നസംഖ്യയുണ്ട്. ഇതെന്താണ് നമ്മൾ പറയുക? മിശ്ര ഭിന്നം എന്നാണ് പറയുക. എണ്ണൽ സംഖ്യയുണ്ട്, ഭിന്നസംഖ്യയുണ്ട്. ഇതിൻ്റെ ഭിന്നം മാറ്റി എഴുതണം. എങ്ങനെയാണ് ഭിന്നം മാറ്റി എഴുതുക? 1 ഗുണിക്കണം 2 പ്ലസ് മേലത്തെ 1, 1 ഗുണിക്കണം 2 പ്ലസ് മേലത്തെ 1. എത്രയാണ്? ഒരു 2 2 1 3. അപ്പോൾ 3/2 ഛേദം ഇത് തന്നെ 2. അപ്പോൾ 1.5 എന്ന് പറഞ്ഞാൽ 3/2 ഗുണിക്കണം 5. അപ്പോൾ 3 5 15/2. 15/2. 15-ൽ എത്ര 2 ഉണ്ട്? 7 2 14. ബാക്കി 1, 1/2. അപ്പോൾ 7.5 മീറ്റർ തുണി വേണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1 കിലോഗ്രാം വെണ്ടക്കയുടെ വില 30 രൂപ. 2.5 കിലോഗ്രാമിന് എത്ര രൂപയാകും? 1 കിലോഗ്രാമിന് 30 രൂപ, 2.5 കിലോഗ്രാമിന് 2.5 ഗുണിക്കണം 1 കിലോഗ്രാമിന് 30 രൂപ എന്നല്ലേ പറഞ്ഞേ? 30, 2.5 ഗുണിക്കണം 30. അപ്പം ഇതെന്താണ്? ഭിന്നം മാറ്റണം. 2 × 2 4 പ്ലസ് 1 5, 5/2. 2.5 എന്ന് പറഞ്ഞാൽ 5/2 ഗുണിക്കണം 30. 5 15 150. 150/2. 150-ൽ എത്ര 2 ഉണ്ട്? 150-ൽ 75 2. 15-ൽ 7 ഉണ്ട് 14, 1 ബാക്കി 10-ൽ 5 75. അപ്പോൾ 2.5 കിലോ തക്കാളിയുടെ വില എത്രയാണ്? 75 രൂപ. അടുത്തത്, ഒരാൾ 1 മണിക്കൂറിൽ 2.5 കിലോമീറ്റർ നടക്കും. 1 മണിക്കൂറിൽ 2.5 കിലോമീറ്റർ. ഇതേ വേഗതയിൽ 1.5 മണിക്കൂർ കൊണ്ട് എത്ര കിലോമീറ്റർ നടക്കും? 1 മണിക്കൂർ കൊണ്ട് 2.5 കിലോമീറ്റർ, 1.5 മണിക്കൂർ കൊണ്ട് എത്ര എന്നാണ് ചോദിച്ചത്. അപ്പോൾ 2.5 ഗുണിക്കണം 1.5. 2.5 ഗുണിക്കണം 1.5. 2 1/2 ഗുണിക്കണം 1 1/2. അപ്പം പിന്നെ മാറ്റി എഴുതാം. 2 4 1 5, 5/2 ഗുണിക്കണം 1 × 2 2 പ്ലസ് 1 3, 3/2. 3 5 15. 2 2 4, 15/4. 15-ൽ 4, 3 4 12. 12 കഴിച്ച് 3 ബാക്കി 3/4. 3.25 കിലോമീറ്റർ നടക്കും. നാലാമത്തെ ക്വസ്റ്റ്യൻ, റോണിയുടെ കയ്യിൽ 36 സ്റ്റാമ്പുണ്ട്. അതിൻ്റെ 2.5 മടങ്ങ് തൻ്റെ കയ്യിലുണ്ടെന്നാണ് സഹീറ പറയുന്നത്. അതെത്രയാണ്? 36 ഗുണിക്കണം 2.5. 36 ഗുണിക്കണം 2.5. ഇപ്പം 2 2 4 5, 5/2. 36. അപ്പോൾ 36-നെ 5 കൊണ്ട് ഗുണിച്ച് 2 കൊണ്ട് ഹരിക്കുക. അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ ഇത് വെട്ടിച്ചുരുക്കുക. എങ്ങനെ? 2 ഒരു പ്രാവശ്യം, 36-ൽ 2 എത്ര പ്രാവശ്യം പോവും? 18 18 ആണ് 36 അല്ലേ? 18. പിന്നെ എന്ത് ചെയ്യുക? 18 × 5. 18 × 5 90.
അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ. ജോജി ദിവസവും 4.5 മണിക്കൂർ ജോലി ചെയ്യും. 6 ദിവസം കൊണ്ട് എത്ര മണിക്കൂർ ജോലി ചെയ്യും? ഒരു ദിവസം 4.5 മണിക്കൂർ. 6 ദിവസം എത്ര മണിക്കൂർ എന്ന് കണ്ടുപിടിക്കാൻ 4.5 ഗുണിക്കണം 6. 4.5 ഗുണിക്കണം 6. 2 4 8 9 9/2. 4.5 എന്ന് പറഞ്ഞാൽ 9/2 ഗുണിക്കണം 6. 6 54/2. 54 ഹരിക്കണം 2. 54 എത്ര 2 ഉണ്ട്? 27. 27 അല്ല 54. 27. 27 മണിക്കൂർ ജോലി ചെയ്യും. 6ാമത്തെ ക്വസ്റ്റ്യൻ. ചുവടെ പറഞ്ഞിരിക്കുന്നവ കണക്കാക്കുക. 5 1/3 4 മടങ്ങ്. 5 1/3 ഗുണിക്കണം 4. 4 മടങ്ങാണ് കണ്ടുപിടിക്കേണ്ടത്. 5 15 1 16. 16/3 ഗുണിക്കണം 4. 16 4 64/3. 64 ഹരിക്കണം 3. 64 എത്ര 3 ഉണ്ട്? 6 3 എത്ര പ്രാവശ്യം പോവും? 2. 4 1 പ്രാവശ്യം. ബാക്കി 1. 1/3. 21 1/3. അടുത്തത് 5ന്റെ 4 1/3 മടങ്ങ്. 5ന്റെ 4 1/3. 5 ഗുണിക്കണം 4 1/3. 5 ഗുണിക്കണം 3 4 12 1 13/3. 5 13 25 കഴിയുമ്പോൾ 65/3. 65 3. 6 3 2 പ്രാവശ്യം. 5 3 1 പ്രാവശ്യം. ബാക്കി 2. 2/3. 21 2/3. അടുത്തത് 2/3 1/2 മടങ്ങ്. 2/3 1/2 മടങ്ങ്. 1/2. അപ്പോൾ 1/2 എന്നുള്ളത് 2/3 ഗുണിക്കണം 1 2 2 1 3/2. അപ്പോൾ 23 6. 23 6. 6/6 എന്ന് പറഞ്ഞാൽ 1. 6 6 എന്ന് പറഞ്ഞാൽ 1. അടുത്തത് 2.5യുടെ 2/5 ഭാഗം. 2.5യുടെ 2/5. 2 4 1 5. 2.5യുടെ 2/5. 2 4 1 5. 5/2 ഗുണിക്കണം 2/5. 5 10. 5 10. 10/10 സമം 1. അടുത്തത് 5.5യുടെ 2.5 മടങ്ങ്. 5.5യുടെ 2.5 മടങ്ങ്. 2 5 10 1 11/2 ഗുണിക്കണം 2 4 1 5/2. 11 × 5 55. 11 5 55/4. 55 4. 5 4 1 പ്രാവശ്യം. കഴിച്ച് 15 3 4 12. കഴിച്ച് 3 3/4. 13 3/4. ഓക്കെ.